ഗായ്സ്, ഈവനിങ് ആയി കഴിഞ്ഞ് എൻ്റെ അനുപൂൻ്റെ പരിപാടി എന്തെന്ന് അറിയാമോ? ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് കളിച്ച് നടക്കുക. മൃദുലൊക്കെയാണ് ഫുൾ ജോലി എന്ന് പറയുന്നത് കേട്ടോ. അത് ഇവിടെ തുണിമടക്കൽ പരിപാടിയിലേക്കാണ്. അനുപൂ ഇപ്പോൾ ഒടുക്കത്തെ അടവാണ് കേട്ടോ. എടാ ഒളിച്ച് കളിക്കാതെടാ, എടാ എണീക്കടാ. അപ്പൊ ഒളിച്ചുകളിയാണ് നമ്മുടെ മെയിൻ കളി എന്ന് പറയുന്നത്. അപ്പൊ കളിയുടെ ക്ഷീണം കൊണ്ട് അമ്പൂട്ട അങ്ങ് ഉറങ്ങി കേട്ടോ. അപ്പൊ മൃദുല ജോലിയൊക്കെ ഒതുക്കിയിട്ട് പറഞ്ഞു ഇനി കുക്കിംഗ് ഞാൻ ചെയ്തു. അപ്പൊ രാത്രി നമുക്ക് ചിക്കൻ ബിരിയാണി ആക്കാന്ന് വിചാരിച്ചു. നെയ്യ് ഒഴിച്ചു, കറുകപ്പെട്ട ഏലക്ക ഇട്ടതാണ്. ഈ ഒരു മിക്സി ഉള്ളതുകൊണ്ട് കണ്ണ് നീര് നമുക്ക് സവാള നല്ല എളുപ്പത്തിലരിയ സുഹൃത്തുക്കളെ. അപ്പൊ സവാള ഇട്ട് ഉപ്പിട്ട് ബാക്കി തക്കാളി ആൻഡ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക് ഇട്ട് അങ്ങോട്ട് മഞ്ഞപ്പൊടി ആൻഡ് കുരുമുളക് പൊടി, മുളക് പൊടി ആൻഡ് മസാല. ഈ കയ്യിൽ മുളക് പൊടി അപ്പം തന്നെ കഴിയണം കേട്ടോ, ഇല്ലെങ്കിൽ പലയിടവും നീറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചിക്കൻ ഇട്ട് ഇളക്കി. അപ്പോഴാണ് ഞാൻ ഒരു സത്യം മനസ്സിലാക്കുന്നത്, ഈ കുക്കറിൽ അരി ഇടാൻ പറ്റത്തില്ല, കാരണം കൊള്ളത്തില്ല. അപ്പം ഞാൻ അടുത്തൊരു കുക്കർ എടുത്ത് വെച്ചിട്ട് ഇതിൽ നിന്ന് അങ്ങോട്ട് അൺലോഡ് ചെയ്തു നമ്മുടെ സാധനങ്ങൾ. 2 കുക്കറിലായിട്ട് 2 ഫിസിൽ ചിക്കനെ അങ്ങോട്ട് വേവിച്ചു. അതിനുശേഷം അരിയിട്ട് 2 ഫിസിൽ വീണ്ടും സുഹൃത്തുക്കളെ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി. ഞാൻ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കിയിട്ട് കുറേ നാളായിട്ടോ. അതുകൊണ്ട് തന്നെ മൃദുലേക്ക് കഴിക്കണമെന്ന് ഭയങ്കര കൊതിയായിരുന്നു. നല്ല സോഫ്റ്റ് ആയിരുന്നു, റൈസൊക്കെ കറക്റ്റ് കുക്കായിരുന്നു. ചിക്കനും അതുപോലെ തന്നെ നല്ല അടിപൊളി സോഫ്റ്റ് ആയിരുന്നു. അപ്പം ഞാനൊരു ലെഗ് പീസ് അങ്ങോട്ട് എടുത്ത് കഴിച്ചു. മോനെ, അപ്പോൾ ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ. ലവ് ചെയ്യാൻ പാ.